പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 28 ദനഹാകാലം 8 വെള്ളിയാഴ്ചയാണ്. ഇന്ന് സകല മരിച്ചവരുടെയും ഓർമ്മ ആചരിക്കുന്ന ദിവസം കൂടിയാണ്. ഇന്നത്തെ വായനയ്ക്ക് വേണ്ടി സഭ നിർദ്ദേശിച്ചിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. അതിനൊരു വാക്യം ഞാൻ വായിക്കട്ടെ. 40-ാമത്തെ വാക്യം: ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. സാഹചര്യം ഇതാണ്. അന്തിമ വിധിയുടെ വിശദീകരണമാണ് യേശു കൊടുക്കുന്നത്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ 5 പ്രഭാഷണങ്ങളുണ്ട്. 5-ാമത്തെ പ്രഭാഷണം യുഗാന്ത പ്രഭാഷണം എന്ന് പറയും. അതിൻ്റെ അവസാന ഭാഗം അന്തിമ വിധിയെക്കുറിച്ചാണ്. അപ്പോൾ ഇതാണ് യേശുവിൻ്റെ അവസാനത്തെ പ്രഭാഷണമാണ്. അപ്പോൾ അവസാനത്തെ പ്രഭാഷണം എടുത്തു കാണിക്കുന്നത് നമ്മളെല്ലാവരും വിധിയിലൂടെ കടന്നു പോകേണ്ടി വരും. അവസാനം ആ വിധിയുടെ മാനദണ്ഡം എന്തായിരിക്കും അതാണ് എടുത്തു പറയുക. ഒരു മാനദണ്ഡമേ ഉള്ളൂ. വിശക്കുന്നവന്, ദാഹിക്കുന്നവന്, ആവശ്യം അനുഭവിക്കുന്നവന് അവരുടെ യേശുവിനെ കണ്ട് അവരെ സഹായിക്കണം. ഇവിടെ എനിക്ക് വിശന്നു എനിക്ക് ആഹാരം തന്നു, അല്ലെങ്കിൽ എനിക്ക് വിശന്നു എനിക്ക് ആഹാരം തന്നില്ല, ഈ ഒരു മാനദണ്ഡമേ ഉള്ളൂ. അന്യനിൽ വേദനിക്കുന്നവരിൽ ആവശ്യം അനുഭവിക്കുന്ന ദൈവത്തെ കാണുകയും അവന് സേവനം ചെയ്യുന്നതിലൂടെ ദൈവത്തെ സേവനം ചെയ്യാൻ സാധിക്കുകയും ചെയ്യണം. അപ്പോൾ അതില്ലാത്ത മതാത്മകതയൊന്നും യേശുവിന് സ്വീകാര്യമല്ല, ദൈവത്തിന് സ്വീകാര്യമല്ല. അപ്പോൾ യേശു പറയുന്ന അന്തിമവിധിയുടെ മാനദണ്ഡം എടുത്തിരിക്കുന്ന സഹോദര സ്നേഹമാണ്. ക്രിയാത്മകമായ പ്രവൃത്തിയിലൂടെ പ്രകടമാകുന്ന ആവശ്യക്കാരനെ സഹായിക്കുന്ന സഹോദര സ്നേഹം. അതിന് കൊടുക്കുന്ന സമ്മാനം ഇതാണ്: ഈ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവൻ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്കിതിനാണ് ചെയ്തത്. അപ്പോൾ യേശുവാണ് ഈ വ്യക്തിയെ കാണുക. അതിന് മറുഭാഗം പറയും, 45-ാമത്തെ വാക്യം: ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. എന്താണ് ഫലം? ഇവ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. അപ്പോൾ നിത്യജീവൻ വേണോ നിത്യശിക്ഷ വേണോ ഇന്ന് നമ്മൾ തീരുമാനിക്കണം. ഇന്ന് ആവശ്യം അനുഭവിക്കുന്നവനായി കാണുന്ന അവൻ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, ഏത് പാർട്ടിയിൽപ്പെട്ടവനാകട്ടെ, ഏത് മതമാകട്ടെ, മതജാതി വർണ്ണ വർഗ വ്യത്യാസമൊന്നുമില്ലാതെ സഹായം അർഹിക്കുന്നവനായി കാണുന്ന ഓരോ പാവപ്പെട്ടവനും ദൈവത്തെ കാണാനും അവനെ സഹായിക്കാനും സന്നദ്ധനാകുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് യേശു പഠിപ്പിച്ച മതാത്മകതയുടെ ധാർമ്മികതയുടെ കേന്ദ്രമായി നിൽക്കുക. അതാണ് സകലവിശുദ്ധരും ചെയ്തതാണ്. പ്രത്യേകിച്ച് മദർ തെരേസയായിട്ടുള്ളവർ ചെയ്തത് നമുക്ക് പ്രസക്തമാണ്. അപ്പം മതത്തിൻ്റെ പേരിൽ ഒരുപാട് മത്സരങ്ങളും നടക്കുമ്പോൾ, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ആഘോഷങ്ങളും ആർഭാടങ്ങളും നടത്തുമ്പോൾ ഓർക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് യേശു നമ്മൾ സ്നേഹിച്ചോളൂ, ദൈവം നമ്മൾ സ്നേഹിച്ചോളൂ, നമ്മൾ പരസ്പരം സ്നേഹിക്കണം. ആ സഹോദര സ്നേഹത്തിലൂടെയാണ് ദൈവത്തെ സ്നേഹിക്കുക. നിങ്ങൾ ചെയ്തത് എനിക്കാണ്, അത് ഞാനായിരുന്നു. ഞാൻ സ്നേഹിക്കുന്നതും സഹായിക്കുന്നതും അവഗണിക്കുന്നതും വെറുതെ വിടുന്നതും ദൈവമാണെന്ന് ഓർക്കുക. ഞാൻ ഇപ്പോഴും ആണ് തീരുമാനം എടുക്കേണ്ടത്. എൻ്റെ അന്തിമ വിധി ഞാൻ ഇപ്പോഴാണ് തീരുമാനിക്കുക. എൻ്റെ സഹോദരനോട് ഞാൻ എടുക്കുന്ന നിലപാട് അതായിരിക്കും എൻ്റെ അന്തിമ വിധിയുടെ മാനദണ്ഡം. അതുകൊണ്ടാൽ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവർ വരുവിൻ, നിങ്ങൾക്കായി സജ്ജമാക്കി രാജ്യം അവകാശപ്പെടുത്തുന്നു എന്ന ആ വാക്യം കേൾക്കാൻ തമ്പുരാൻ നമുക്ക് ഇടവരട്ടെ. നിൻ വഴിയേ നടക്ക